നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച വ്യക്തി തന്നെ നിങ്ങളെ ആദ്യം ചതിക്കുന്നത്. സുഹൃത്തോ, ബന്ധുവോ, പങ്കാളിയോ അല്ലെങ്കിൽ ഓഫീസിലെ വേണ്ടപ്പെട്ടവരോ ആകാം. ഇനി ഏറ്റവും ഭയപ്പെടുത്തുന്ന ചോദ്യം: ഇനി എന്തു ചെയ്യും? നേരിട്ട് പ്രതികാരം ചെയ്യണമോ, നിശബ്ദനായിരിക്കണമോ, അതോ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കണമോ? ഈ വീഡിയോ വെറുമൊരു മോട്ടിവേഷൻ മാത്രമല്ല. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചാണക്യനീതിയുടെ ആഴത്തിലുള്ള തന്ത്രത്തെക്കുറിച്ചാണ്. സ്വന്തം ആളുകൾ തന്നെ ചതിക്കുമ്പോൾ നമ്മൾ സ്വയം നശിക്കാതെ എങ്ങനെ പ്രതികാരം ചെയ്യാം എന്നാണ് ഇത് പറയുന്നത്. അതെ, ദേഷ്യം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് പ്രതികാരം ചെയ്യേണ്ടതെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. വീഡിയോയുടെ അവസാനം വരെ കാണുക, കാരണം ജീവിതത്തിൽ ഇനി ആരും നിങ്ങളെ ചതിക്കാൻ ധൈര്യപ്പെടാത്ത ആ രീതി ഞാൻ പറയാൻ പോകുകയാണ്. ചാണക്യൻ പറയുന്നു, ചതിക്കുന്നവൻ അത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല. നിങ്ങൾ ഈ വരി വളരെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ പല വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുടെയും അടിസ്ഥാനം ഈ വരിയിലാണ്. ചതി ഒരിക്കലും പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. സിനിമയിലെ പോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്ന് വില്ലൻ എൻട്രി ചെയ്യുന്നത് പോലെയല്ല അത് വരുന്നത്. അത് വളരെ ശാന്തമായാണ് വരുന്നത്. തികച്ചും ഒരു സുഹൃത്തായി, നമ്മുടെ സ്വന്തം ആളായി. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. പഴയതുപോലെ അല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടോ? ആദ്യം നേരെ സംസാരിച്ചിരുന്നയാൾ ഇപ്പോൾ വളച്ചുചുറ്റി സംസാരിക്കുന്നു. ആദ്യം നിങ്ങളുടെ വാക്കുകൾ എതിർത്തിരുന്നില്ല, ഇപ്പോൾ എല്ലാ കാര്യത്തിലും സ്വന്തം അഭിപ്രായം തിരികെ കയറ്റുന്നു. പണ്ട് നിങ്ങളെ പ്രശംസിച്ചിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ പോരായ്മകളിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും അപകടകരമായ ലക്ഷണം എന്താണെന്നറിയാമോ? പെട്ടെന്നൊരാൾ വളരെ മധുരമായി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ സംശയം തോന്നുന്ന അത്രയും മധുരമായി. എന്നാൽ അപ്പോഴും നിങ്ങൾ സ്വയം സമാധാനിപ്പിക്കും, ഏയ്, അങ്ങനെ സംഭവിക്കില്ല, നമ്മുടെ സ്വന്തം ആളല്ലേ. ഈ നിമിഷത്തിലാണ് ചാണക്യൻ പറയുന്നത്, ഇവിടെയാണ് നിങ്ങൾ തോൽക്കുന്നത് എന്ന്. നമ്മൾ മനുഷ്യർ വികാരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ജീവിക്കുന്നത്. നമ്മൾ ബന്ധങ്ങൾ നിലനിർത്തുന്നത് യുക്തി കൊണ്ടല്ല, വിശ്വാസം കൊണ്ടാണ്. ഈ വിശ്വാസം കണ്ണടച്ച് നൽകുമ്പോൾ അത് നമുക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമായി മാറുന്നു. ചതിക്കുന്നവൻ പുറത്തുനിന്നുള്ള ഒരു ശത്രുവല്ല. അവൻ നിങ്ങളുടെ ലോകത്തിനുള്ളിലുള്ള ആളായിരിക്കും. അവന് നിങ്ങളുടെ ശീലങ്ങൾ അറിയാം, നിങ്ങളുടെ ബലഹീനതകൾ അറിയാം. നിങ്ങൾക്ക് എപ്പോഴാണ് ദേഷ്യം വരുന്നതെന്ന് അവനറിയാം. എപ്പോഴാണ് നിങ്ങളുടെ മനസ്സ് അലിയുന്നതെന്നും എപ്പോഴാണ് നിങ്ങൾ ക്ഷമിക്കുന്നതെന്നും അവനറിയാം. ഇനി ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക: സ്വന്തമായ ഒരാൾക്ക് നൽകാൻ കഴിയുന്നത്ര ഉപദ്രവം ഒരു അപരിചിതന് നിങ്ങൾക്ക് നൽകാൻ കഴിയുമോ? ഇല്ല. കാരണം ഒരു അപരിചിതന് നിങ്ങളുടെ ഉള്ളിലെ ലോകത്തിന്റെ ഭൂപടം അറിയില്ല. അതുകൊണ്ടാണ് ചാണക്യൻ പറയുന്നത്, അന്ധമായ വിശ്വാസം ബുദ്ധിയുടെ ശത്രുവാണെന്ന്. ശ്രദ്ധിക്കുക, വിശ്വാസം തെറ്റല്ല, അന്ധമായ വിശ്വാസം തെറ്റാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ലക്ഷണങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കൂടുതൽ ചിന്തിക്കുന്നതാകാം എന്ന് നമ്മൾ സ്വയം പറയും. അവൻ അങ്ങനെയുള്ള ആളല്ല. എത്രയോ വർഷത്തെ ബന്ധമാണ്. അവൻ എങ്ങനെ ചതിക്കും? ഈ ചിന്ത നമ്മളെ പതുക്കെ പതുക്കെ ദുർബലരാക്കുന്നു. ചതിക്കുന്ന വ്യക്തി ആദ്യം നിങ്ങളെ തകർക്കുന്നില്ല, അവൻ ആദ്യം നിങ്ങളെ പരീക്ഷിക്കുന്നു. ഈ വ്യക്തിക്ക് എത്രത്തോളം സഹിക്കാൻ കഴിയുമെന്ന് അവൻ പരിശോധിക്കുന്നു. എത്ര തവണ ക്ഷമിക്കുന്നു എന്ന് നോക്കുന്നു. ബന്ധങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എത്ര തവണ സ്വന്തം ആത്മാഭിമാനം സ്വയം ഇല്ലാതാക്കുമെന്ന് നോക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വളരെ കൈപ്പേറിയൊരു സത്യമുണ്ട്. നിങ്ങൾ വീണ്ടും വീണ്ടും സഹിച്ചാൽ, വിട്ടുവീഴ്ചയുടെ പേരിൽ നിങ്ങൾ വീണ്ടും വീണ്ടും നിശബ്ദനായാൽ, മറ്റയാളുടെ മനസ്സിൽ ഒരു കാര്യം വ്യക്തമാകും: ഇവനൊന്നും പറയില്ല എന്ന്. ഇതാണ് അവന്റെ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ വിശ്വസിക്കുക, അടുത്ത ആക്രമണം ഉറപ്പാണ്. ആദ്യം അവൻ ചെറിയ കാര്യങ്ങളിൽ നിങ്ങളെ വേദനിപ്പിക്കും. ഒരു നുണ, ഒരു തന്ത്രം, ഒരു മുതലെടുപ്പ്. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? സാരമില്ല, പോട്ടെ എന്ന് നിങ്ങൾ വീണ്ടും പറയും. ഈ പോട്ടെയെന്ന് വെക്കുന്നത് പതുക്കെ നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ ശവക്കുഴി തോണ്ടുന്നു. ഈ കാര്യത്തിൽ ചാണക്യൻ വളരെ വ്യക്തമായിരുന്നു. നിങ്ങളുടെ സഹനശക്തിയെ നിങ്ങളുടെ ദൗർബല്യമായി കാണുന്ന വ്യക്തി ഏറ്റവും അപകടകാരിയായി മാറുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം അതിർത്തി എവിടം വരെയാണെന്ന് അവനിപ്പോൾ അറിയാം. അടുത്ത തവണ അവൻ ആ അതിർത്തി കടക്കും. ഇനി ഞാൻ നിങ്ങളോട് നേരിട്ടൊരു ചോദ്യം ചോദിക്കാം. ആരെങ്കിലും നിങ്ങളെ നിസ്സാരമായി കാണുന്നതായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ വാക്കുകളുടെ വില കുറഞ്ഞതായി, നിങ്ങളുടെ സാന്നിധ്യം അത്ര പ്രധാനമല്ലാതായി മാറിയതായി ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇതാണ് ചതിയുടെ ആദ്യ പടി. ചതി എപ്പോഴും വിശ്വാസം നഷ്ടപ്പെടുമ്പോഴല്ല തുടങ്ങുന്നത്, അത് ബഹുമാനം നഷ്ടപ്പെടുമ്പോഴാണ് തുടങ്ങുന്നത്. ആരെങ്കിലും നിങ്ങളുടെ വികാരങ്ങളെ പരിഹസിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ വേദനയെ നാടകമെന്ന് വിളിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ നിശബ്ദതയെ നിങ്ങളുടെ ഗതികേടായി മനസ്സിലാക്കുമ്പോൾ, എന്നിട്ടും നിങ്ങൾ സ്വയം സമാധാനിപ്പിക്കും.
സാരമില്ല, പോട്ടെ. ഇവിടെ ചാണക്യനുണ്ടായിരുന്നെങ്കിൽ പറയുമായിരുന്നു ഇപ്പോൾ നിർത്തുക എന്ന്. കാരണം നിങ്ങളെ നിസ്സാരനായി കാണാൻ തുടങ്ങുന്നവൻ ഒരു ദിവസം നിങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യും. ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്നറിയാമോ? ചതിക്കുന്ന വ്യക്തി ഒരിക്കലും സ്വയം കുറ്റക്കാരനായി കാണില്ല. അവൻ എപ്പോഴും സ്വന്തം മനസ്സിലൊരു കഥയുണ്ടാക്കും. ഇവൻ തന്നെയാണ് അതിനുള്ള അവസരമുണ്ടാക്കിയതെന്ന്. അതുകൊണ്ടാണ് ചാണക്യന്റെ ആദ്യത്തെ സത്യം ഇത്ര കഠിനവും ഇത്ര ഭയപ്പെടുത്തുന്നതും എന്നാൽ അത്ര തന്നെ പ്രധാനപ്പെട്ടതുമാകുന്നത്. ചതി പെട്ടെന്നുണ്ടാകുന്നതല്ല. നിങ്ങളുടെ നിശബ്ദതയിൽ നിന്നും, നിങ്ങളുടെ വികാരങ്ങളിൽ നിന്നും, നിങ്ങളുടെ അന്ധമായ വിശ്വാസത്തിൽ നിന്നുമാണ് അത് പതുക്കെ രൂപപ്പെടുന്നത്. നിങ്ങൾ ഇപ്പോഴും ആ ലക്ഷണങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ, ഞാൻ ശരിയായ ആളുകളെയാണോ വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ ഇപ്പോഴും സ്വയം ചോദിക്കുന്നില്ലെങ്കിൽ ഓർക്കുക, ചതി ഒരു സമയത്തിനായി കാത്തിരിക്കുക മാത്രമാണ്. ഇനി ഈ രംഗം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് ചതി പറ്റിയിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ച വ്യക്തി തന്നെ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നു. ഹൃദയത്തിന് ഭാരമുണ്ട്. നെഞ്ചിലൊരു നീറ്റലുണ്ട്. മനസ്സിൽ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ കറങ്ങുന്നു. ഉറക്കമില്ല, വിശപ്പില്ല, അതുപോലെ ആരോടെങ്കിലും പൊട്ടിത്തെറിക്കാൻ തോന്നുന്നത്ര ദേഷ്യം. ഇവിടെ നിന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും യഥാർത്ഥ തോൽവി തുടങ്ങുന്നത്. കാരണം ചതിച്ചതിനു ശേഷം ശത്രു ആദ്യം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനാണ്. നിങ്ങൾ തകർന്നു പോകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രതികരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രതിച്ഛായയും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ഭാവിയും ദുർബലമാക്കുന്ന എന്തെങ്കിലും നിങ്ങൾ ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ദേഷ്യപ്പെടുന്ന വ്യക്തി തന്റെ തന്നെ ശത്രുവായി മാറുന്നു എന്ന് ചാണക്യൻ വളരെ വ്യക്തമായ വാക്കുകളിൽ പറയുന്നു. ഈയൊരു വരി നിങ്ങൾ മനസ്സിലാക്കിയാൽ പകുതി യുദ്ധം നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ദേഷ്യം നിങ്ങളെ ശക്തനാക്കുന്നില്ല, ദേഷ്യം നിങ്ങളെ അന്ധനാക്കുന്നു. അന്ധനായ ഒരു മനുഷ്യൻ വാൾ വീശിയാൽ അവൻ ആദ്യം സ്വയം മുറിവേൽപ്പിക്കുകയുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ചതിക്കപ്പെട്ടതിനു ശേഷം നമ്മൾ സാധാരണയായി എന്താണ് ചെയ്യുന്നത്? ആരെയെങ്കിലും ഫോൺ വിളിച്ച് മണിക്കൂറുകളോളം കരയുന്നു. സോഷ്യൽ മീഡിയയിൽ പരോക്ഷമായി പോസ്റ്റുകൾ ഇടുന്നു, കവിതകളിലൂടെ, സ്റ്റാറ്റസുകളിലൂടെ. അല്ലെങ്കിൽ നേരിട്ട് മറ്റേ വ്യക്തിയുടെ നേരെ തിരിയുന്നു. ആരോപണങ്ങൾ, ചീത്തവിളികൾ, ഭീഷണികൾ, അങ്ങനെ നമ്മൾ വളരെ ശക്തരാകുന്നുവെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ യാഥാർത്ഥ്യം നേരെ മറിച്ചാണ്. നിങ്ങളെ ചതിച്ചവൻ ഇതെല്ലാം കണ്ട് ഉള്ളാലെ ചിരിക്കുകയാണ്. കാരണം ഈ വ്യക്തിക്കിപ്പോൾ സ്വയം നിയന്ത്രണമില്ലെന്ന് അവനറിയാം. ഈ വ്യക്തി വികാരഭരിതനാണ്. വികാരഭരിതനായ വ്യക്തിയാണ് ഏറ്റവും എളുപ്പമുള്ള ഇര. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായൊരു ചോദ്യം ചോദിക്കാം. ആരെങ്കിലും കരയുന്നത് കണ്ട് ഇയാൾ എത്ര ശക്തനാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ആളുകൾക്ക് സഹതാപമേ തോന്നൂ, ബഹുമാനമല്ല. ചാണക്യൻ സംസാരിക്കുന്നത് ബഹുമാനത്തെക്കുറിച്ചാണ്, സഹതാപത്തെക്കുറിച്ചല്ല. നേരിട്ട് പ്രതികാരം ചെയ്യാൻ പോയാൽ മറ്റേയാൾ തയ്യാറായി നിൽപ്പുണ്ടാകും. കാരണം ചതിച്ചവൻ നേരത്തെ തന്നെ പല തന്ത്രങ്ങളും ആലോചിച്ചു വെച്ചിട്ടുണ്ടാകും. എന്നാൽ നിങ്ങളോ, നിങ്ങൾ വികാരങ്ങളുടെ പ്രവാഹത്തിൽ ഒഴുകുകയായിരിക്കും. നിങ്ങളുടെ മനസ്സ് അടഞ്ഞിരിക്കും, ശത്രുവിന്റെ മനസ്സ് തുറന്നിരിക്കും. ഇതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ. ചതിക്കപ്പെട്ടതിനു ശേഷം നിങ്ങൾ ഉടൻ തന്നെ പ്രതികരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു, ചിന്തിക്കാനുള്ള ശക്തി. അതുകൊണ്ടാണ് ചാണക്യന്റെ ആദ്യത്തെ നിയമം ഇത്ര കഠിനമാകുന്നത്. വികാരങ്ങൾ പുറത്തു കാണിക്കരുത്. ഉള്ളിൽ തീ കത്തുകയാണെങ്കിലും പുറത്ത് ശാന്തത നിലനിർത്തുക. ഇത് എളുപ്പമല്ലെന്നെനിക്കറിയാം. മനസ്സ് പറയും, ഇപ്പോൾ തന്നെ മറുപടി നൽകുക, ഇപ്പോൾ തന്നെ എല്ലാവരുടെയും മുന്നിൽ സത്യം പറയുക, ഇപ്പോൾ തന്നെ കണക്ക് തീർക്കുക എന്ന്. എന്നാൽ ചാണക്യൻ പറയുന്നു, ഇപ്പോൾ സംസാരിക്കുന്നവൻ പിന്നീട് പശ്ചാത്തപിക്കും. ഇവിടെ ഭയപ്പെടുത്തുന്നൊരു സത്യമുണ്ട്. നിങ്ങളുടെ ഒരു തെറ്റായ പ്രതികരണം വർഷങ്ങളുടെ അധ്വാനത്തെ നശിപ്പിച്ചേക്കാം. ഒരു തെറ്റായ മെസ്സേജ്, ഒരു തെറ്റായ കോള്, ഒരു തെറ്റായ പോസ്റ്റ്. പിന്നീട് ആളുകൾ ചതിച്ചവനെയല്ല, നിങ്ങളുടെ പ്രതികരണത്തെയാണ് ഓർക്കുന്നത്. അവർ പറയും, നോക്കൂ, ഇവൻ എത്ര നാടകീയമായാണ് പെരുമാറുന്നത് എന്ന്. ഇവൻ എത്ര നെഗറ്റീവാണെന്ന് നോക്കൂ. സ്വയം യാതൊരു നിയന്ത്രണവുമില്ല എന്ന് അവർ പറയും. ആ സമയം യഥാർത്ഥ കുറ്റവാളി എളുപ്പത്തിൽ രക്ഷപ്പെടുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ തകരണം എന്ന് തന്നെയാണ് അവൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ അവന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുമോ? നിങ്ങൾ സ്വയം ഉപദ്രവിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതുതന്നെ ചെയ്യുമോ? ഇവിടെ നിന്നാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. സ്വയം നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതികാരമെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ മറ്റേയാൾ ഭയപ്പെടുന്നു. ഇവൻ എന്തുകൊണ്ടൊന്നും മിണ്ടുന്നില്ല എന്ന് അവൻ ചിന്തിക്കുന്നു. ഇവൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇവന് യാതൊരു മാറ്റവുമില്ലേ? വിശ്വസിക്കുക, നിങ്ങളുടെ ശാന്തത നിങ്ങളുടെ അലർച്ചയേക്കാൾ അവനെ ഭയപ്പെടുത്തും. ശാന്തത ദൗർബല്യമല്ല, ശാന്തത ഒരു തയ്യാറെടുപ്പാണ്. സിംഹം ഇരപിടിക്കുന്നതിന് മുൻപ് ഗർജിക്കാറില്ല, അത് നിശബ്ദമായി കാത്തിരിക്കുന്നു. ഒരു നിമിഷം ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങൾക്കൊരു ചതി പറ്റിയിരിക്കുന്നു, എന്നാൽ നിങ്ങൾ തികച്ചും ശാന്തനാണ്. നിങ്ങൾ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു.
നിങ്ങളുടെ ദിനചര്യകൾ മുടക്കുന്നില്ല. നിങ്ങൾ ആരോടും പരാതിപ്പെടുന്നില്ല. മറ്റേയാൾ നിങ്ങളെ നോക്കിക്കൊണ്ട് ചിന്തിക്കും, ഇവൻ എന്തുകൊണ്ട് തകർന്നു പോകുന്നില്ല എന്ന്. ഇവിടെ നിന്നാണ് അവന്റെ അസ്വസ്ഥത തുടങ്ങുന്നത്. കാരണം നിങ്ങൾ തളർന്നു പോകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങൾ തെറ്റുകൾ വരുത്തുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ ശാന്തനാണ്. ഈ ശാന്തതയാണ് ഏറ്റവും അപകടകരമായ തന്ത്രം. വികാരങ്ങളെ അടിച്ചമർത്താനല്ല, അവയെ നിയന്ത്രിക്കാനാണ് ചാണക്യൻ പഠിപ്പിക്കുന്നത്. കരയണമെന്നുണ്ടെങ്കിൽ തനിച്ചിരുന്ന് കരയുക. ദേഷ്യമുണ്ടെങ്കിൽ അത് സ്വയം കൂടുതൽ ശക്തനാകുന്നതിലൂടെ തീർക്കുക. എന്നാൽ ലോകത്തെ അത് കാണിക്കരുത്. കാരണം ലോകം ദൗർബല്യത്തെ ഒരു അവസരമായാണ് കാണുന്നത്. ഓർക്കുക, നിങ്ങളുടെ വികാരങ്ങളെ കാണുന്ന വ്യക്തി നിങ്ങളുടെ വഴി തീരുമാനിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ചാണക്യന്റെ നിയമം ഇത്ര ലളിതവും എന്നാൽ ഇത്ര അപകടകരവുമാകുന്നത്. ഉള്ളിൽ കൊടുങ്കാറ്റാണെങ്കിലും പുറത്ത് ശാന്തത. ഈ ഘട്ടത്തിലാണ് ഒന്നുകിൽ നിങ്ങൾ തകർന്നു വീഴുന്നത്, അല്ലെങ്കിൽ അടുത്ത തന്ത്രത്തിനായി നിങ്ങൾ സ്വയം തയ്യാറെടുക്കുന്നത്. ഈ നിമിഷത്തിൽ സ്വയം നിയന്ത്രിക്കുന്ന വ്യക്തി കളിയിൽ തോൽക്കുന്നില്ല, അവൻ കളി തന്നെ മാറ്റിമറിക്കുന്നു. ഇനി ഇവിടെ ഒന്ന് നിർത്തി ശ്രദ്ധയോടെ കേൾക്കുക. കാരണം ഭൂരിഭാഗം ആളുകൾക്കും അവരുടെ ജീവിതകാലം മുഴുവൻ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണിത്. നമ്മൾ പ്രതികാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? വഴക്ക്, തർക്കം, കണക്ക് തീർക്കൽ, മറ്റേയാളെ അപമാനിക്കൽ. എന്നാൽ ചാണക്യൻ ഈ കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ചിന്തിച്ചിരുന്നത്. നിങ്ങളുടെ സ്വന്തം മൂല്യം തിരികെ എടുക്കുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ എന്ന് അദ്ദേഹം പറയുന്നു. ഇനി ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക, കാരണം ഇതാണ് യഥാർത്ഥ കളി. നിങ്ങൾ ഒരാൾക്ക് നിങ്ങളുടെ സമയം നൽകി. നിങ്ങൾ അവന്റെ വാക്കുകൾ കേട്ടു. നിങ്ങൾ അവനെ സഹായിച്ചു. നിങ്ങൾ അവന്റെ തെറ്റുകൾ ക്ഷമിച്ചു. നിങ്ങൾ അവനെ ബഹുമാനിച്ചു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അവനൊരു സ്ഥാനം നൽകി. എന്നാൽ ഇപ്പോൾ അതേ വ്യക്തി നിങ്ങളെ ചതിച്ചിരിക്കുന്നു. ഭൂരിഭാഗം ആളുകൾക്കും ഇവിടെയാണ് തെറ്റുപറ്റുന്നത്. അവർ ഒന്നുകിൽ വഴക്കിടാൻ തുടങ്ങും, അല്ലെങ്കിൽ ന്യായീകരിക്കാൻ തുടങ്ങും. അതുമല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് വീണ്ടും വീണ്ടും ചോദിക്കും. ചാണക്യൻ പറയുന്നു, ഇവിടെ നിർത്തുക, ഒരു വഴക്കും വേണ്ട. കാരണം വഴക്കിൽ രണ്ടുപേരും ക്ഷീണിക്കുന്നു. ഒരു ന്യായീകരണവും വേണ്ട, കാരണം ദുർബലരായ ആളുകളാണ് ന്യായീകരിക്കുന്നത്. ഒരു വിശദീകരണവും വേണ്ട, കാരണം നിങ്ങളെ ചതിച്ചവൻ സത്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. വെറും അകലം മാത്രം സൂക്ഷിക്കുക. ഈ അകലം എന്തിനാണ് ഇത്രത്തോളം അപകടകരമാകുന്നത് എന്ന് ഞാൻ പറയാം. ഒരു മനുഷ്യൻ ചീത്തവിളികൾ കൊണ്ട് തകരില്ല. തനിക്കിനി യാതൊരു പ്രാധാന്യവുമില്ലെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരു മനുഷ്യൻ തകരുന്നത്. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്നത് നിർത്തുമ്പോൾ, നിങ്ങൾ അവന്റെ ഉപദേശം ചോദിക്കുന്നത് നിർത്തുമ്പോൾ, അവന്റെ ജീവിതത്തിലുള്ള നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ അവന്റെ സമനില തെറ്റാൻ തുടങ്ങും. ഇവൻ എന്തുകൊണ്ട് പെട്ടെന്ന് നിശബ്ദനായി? ഇവൻ ഇത്രത്തോളം മാറിയതെങ്ങനെ? ഇവൻ എന്നെ എന്തിനാണ് അവഗണിക്കുന്നത് എന്ന് അവൻ ചിന്തിക്കുന്നു. ഇവിടെ നിന്നാണ് അവനിൽ ഭയം ജനിക്കുന്നത്. കാരണം ഓർക്കുക, വഴക്കിടുമ്പോൾ മറ്റേയാൾ സ്വയം പ്രധാനപ്പെട്ടവനായി കരുതുന്നു. എന്നാൽ അകലം പാലിക്കുമ്പോൾ അവൻ സ്വയം ആവശ്യമില്ലാത്തവനായി മനസ്സിലാക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ദിവസവും സംസാരിച്ചിരുന്ന ഒരാളോട് പെട്ടെന്ന് യാതൊരു സമ്പർക്കവുമില്ല, മെസ്സേജില്ല, കോളില്ല, ഒരു പ്രതികരണവുമില്ല. നിങ്ങൾ ആ വ്യക്തിയെ കൊല്ലുകയല്ല, നിങ്ങൾ അവന്റെ പ്രാധാന്യം അവസാനിപ്പിക്കുകയാണ്. പ്രാധാന്യം നഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് മരണത്തേക്കാൾ കുറവല്ലെന്ന് ചാണക്യന് അറിയാമായിരുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുക. അകലം പാലിക്കുക എന്നാൽ നിങ്ങൾ ഒളിച്ചോടുന്നു എന്നല്ല അർത്ഥം. അകലം പാലിക്കുക എന്നാൽ നിങ്ങൾ ഭയപ്പെട്ടു എന്നല്ല. അകലം പാലിക്കുക എന്നാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മുൻഗണന നൽകുന്നു എന്നാണ് അർത്ഥം. എന്നെ വിലമതിക്കാത്ത ഒരാൾക്കു വേണ്ടി എന്റെ സമയവും എന്റെ ഊർജവും എന്റെ മനസ്സും ഞാൻ ചിലവാക്കില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഈ തീരുമാനം അത്ര എളുപ്പമുള്ളതല്ല. കാരണം അവൻ മാറിയേക്കാം എന്ന് നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും പറയും. ഒരുപക്ഷെ അവൻ അറിയാതെ ചെയ്തതാകാം. ഞാൻ കൂടുതൽ കർക്കശക്കാരനാകുകയാണോ? എന്നാൽ ചാണക്യൻ കേട്ടിരുന്നത് മനസ്സിന്റെയല്ല, ബുദ്ധിയുടെ ശബ്ദമായിരുന്നു. ഒരു തവണ നിങ്ങളെ വിലമതിക്കാത്തവൻ രണ്ടാമതും അങ്ങനെ ചെയ്യില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇനി നിങ്ങളെ നിസ്സാരമായി കണ്ട ആ വ്യക്തിയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവൻ എപ്പോഴും കൂടെയുണ്ടാകുമെന്ന് അവൻ ചിന്തിച്ചിട്ടുണ്ടാകും. ഇവൻ ക്ഷമിക്കുമെന്ന് കരുതി. ഇവൻ തിരിച്ചു വരുമെന്ന് കരുതി. എന്നാൽ നിങ്ങൾ വന്നില്ല. നിങ്ങൾ ശാന്തനായി നിന്നു. നിങ്ങൾ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നിയന്ത്രണം അവന്റെ കയ്യിലല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്നാണ് അവന്റെ ഉറക്കം നഷ്ടപ്പെടുന്നത്. അകലം പാലിക്കുന്നതിന് അപകടകരമായ മറ്റൊരു ഫലവുമുണ്ട്. നിങ്ങൾ നിശബ്ദനാകുമ്പോൾ മറ്റേയാൾ സ്വന്തം പ്രവൃത്തികൾക്കൊപ്പം തനിച്ചാകുന്നു. തർക്കങ്ങളില്ല, നാടകങ്ങളില്ല. അവന്റെ സ്വന്തം ചിന്തകൾ മാത്രം വിശ്വസിക്കുക. ഇതായിരിക്കും ഏറ്റവും കഠിനമായ ശിക്ഷ. ഇനി നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ലളിതമാക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും മെസ്സേജ് കണ്ടിട്ട് മറുപടി കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അപ്പോൾ മറ്റേയാൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം വീണ്ടും മെസ്സേജ്, പിന്നെ കോള്, പിന്നെ പെട്ടെന്ന് വളരെ മധുരമായ പെരുമാറ്റം.
എന്തുകൊണ്ട്? കാരണം അവന് അവന്റെ സ്ഥാനം ഓർമ്മ വന്നു. ഇതാണ് ചാണക്യന്റെ പ്രതികാരം. ബഹളമില്ലാതെ, അപമാനിക്കാതെ, സ്വയം താഴാതെ. എന്നാൽ ഇവിടെ ഒരു മുന്നറിയിപ്പുമുണ്ട്. നിങ്ങൾ ഉള്ളിൽ നിന്ന് ശക്തനാണെങ്കിൽ മാത്രമേ ഈ അകലം പാലിക്കൽ പ്രവർത്തിക്കൂ. അകലം പാലിക്കുമ്പോഴും നിങ്ങൾ എന്നും അവന്റെ പ്രൊഫൈൽ പരിശോധിക്കുന്നുണ്ടെങ്കിൽ, ഓരോ കോൾ വരുമ്പോഴും നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടെങ്കിൽ, അത് അകലം പാലിക്കലല്ല, വെറും നാടകമാണ്. ചാണക്യന്റെ പ്രതികാരം കാണിക്കാൻ വേണ്ടിയുള്ളതല്ല, അത് ഉള്ളിൽ നിന്നുള്ളതാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ മുന്നോട്ടു പോകുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതം നിറയ്ക്കുന്നു. നിങ്ങൾ നിറയുമ്പോൾ മറ്റേയാൾക്ക് സ്വയം ശൂന്യമായി തോന്നാൻ തുടങ്ങുന്നു. ഈ മനുഷ്യന്റെ വില ഞാൻ തന്നെ കളഞ്ഞുവെന്ന് അവന് മനസ്സിലാകുന്ന നിമിഷമാണിത്. അപ്പോൾ സാധാരണയായി 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നുകിൽ അവൻ പശ്ചാത്തപിക്കും, അല്ലെങ്കിൽ അവൻ വെറുക്കാൻ തുടങ്ങും. 2 അവസ്ഥയിലും നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു, കാരണം നിങ്ങൾ അവന്റെ നിയന്ത്രണത്തിന് പുറത്തു വന്നിരിക്കുന്നു. ഓർക്കുക, ചാണക്യന്റെ പ്രതികാരം ഒരിക്കലും ശബ്ദമുണ്ടാക്കില്ല. അത് നിശബ്ദമായി പ്രവർത്തിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മറ്റേയാൾ മനസ്സിലാക്കുമ്പോഴേക്കും വളരെ വൈകിയിട്ടുണ്ടാകും. ഇവിടെയാണ് കഥയുടെ ഏറ്റവും അപകടകരമായ വഴിത്തിരിവ് വരുന്നത്. അപകടകരമെന്നു പറയാൻ കാരണം, ഭൂരിഭാഗം ആളുകളും ഇവിടെയാണ് നിൽക്കുന്നത്, എന്നാൽ ചാണക്യൻ ഇവിടെ നിന്നാണ് മുന്നോട്ടു പോകുന്നത്. ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവൻ അപ്രസക്തനാകുന്ന രീതിയിൽ സ്വയം പ്രാപ്തനാകുക എന്നതാണ് ചാണക്യൻ പറയുന്നത്. ഈയൊരു വാക്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ പ്രതികാരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർവചനം എന്നേക്കുമായി മാറും. ഭൂരിഭാഗം ആളുകളും ശബ്ദമുണ്ടാക്കിയും പേരുദോഷമുണ്ടാക്കിയും എല്ലാവരുടെയും മുന്നിൽ സത്യം വിളിച്ചു പറഞ്ഞും അല്ലെങ്കിൽ മറ്റേയാളെ അപമാനിച്ചുമാണ് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദുർബലരാണ് ശബ്ദമുണ്ടാക്കുന്നതെന്ന് ചാണക്യൻ പറയുന്നു. ശക്തരായ ആളുകൾ നിശബ്ദരായി മുന്നോട്ടു പോകുന്നു. നിങ്ങളെ ചതിച്ച വ്യക്തി ആദ്യം എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചു നോക്കൂ. ഇവൻ തകർന്നു പോകും, വഴിതെറ്റും, ഇവന്റെ ലക്ഷ്യം നഷ്ടപ്പെടും. അവൻ അതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ തകർന്നു പോയാൽ, നിങ്ങളുടെ ജോലിയും പഠനവും ആരോഗ്യവും നശിച്ചാൽ, പോരാടാതെ തന്നെ നിങ്ങൾ അവന് വിജയം നൽകി. ഇവിടെ നിന്നാണ് യഥാർത്ഥ പ്രതികാരം തുടങ്ങുന്നത്. നിശബ്ദമായി സ്വയം മെച്ചപ്പെടുക. യാതൊരു പ്രഖ്യാപനവുമില്ല, ഒരു പോസ്റ്റുമില്ല, യാതൊരു പ്രകടനവുമില്ല. ദിവസവും നിങ്ങളോട് തന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യം മാത്രം: ഇന്നലത്തേക്കാൾ നന്നായി എനിക്കിന്ന് എന്ത് ചെയ്യാൻ കഴിയും? ഇനി ശ്രദ്ധിക്കുക, നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുകയാണ്. സമൂഹത്തിൽ നിങ്ങൾ കൂടുതൽ ആവശ്യമുള്ളവനാകുന്നു. നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകുന്നു. നിങ്ങളുടെ തീരുമാനങ്ങളിൽ ആത്മവിശ്വാസമുണ്ടാകുന്നു. അപ്പോൾ നിങ്ങളെ നിസ്സാരമായി കണ്ട അതേ വ്യക്തി യാതൊരു ശബ്ദവുമില്ലാതെ നിങ്ങൾ പതുക്കെ ഉയരങ്ങളിലേക്ക് പോകുന്നത് നോക്കി നിൽക്കുന്നു. ഇനി സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സംസാരിക്കാം, കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഭയം ജനിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പണമില്ലാത്തപ്പോൾ ആളുകൾ നിങ്ങളുടെ വികാരങ്ങളെ വെച്ച് കളിക്കുന്നു, നിങ്ങളെ നിയന്ത്രിക്കുന്നു, നിങ്ങളെ ഭയപ്പെടുത്തുന്നു. എന്നാൽ നിങ്ങൾ സാമ്പത്തികമായി ശക്തനാകുമ്പോൾ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ടാകും. നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാൻ കഴിയും. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല. നിങ്ങൾ ആരുടെയും ഔദാര്യത്തിൽ ജീവിക്കില്ല. ഈ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ പ്രതികാരം. നിങ്ങളെ ചതിച്ച വ്യക്തി നിങ്ങൾ അവനേക്കാൾ മികച്ചവനാകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആ ഒരേ സ്ഥലത്ത്, ആ ഒരേ വേദനയിലും പരാതിയിലും കുടുങ്ങിക്കിടക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ അവന്റെ കഥ അവിടെ അവസാനിക്കുന്നു. ഇനി മാനസിക കരുത്തിന്റെ കാര്യം, ഇതാണ് ഏറ്റവും പ്രധാനം. കാരണം മനസ്സ് ദുർബലമാണെങ്കിൽ കഴിവുകളും പണവും നിലനിൽക്കില്ല. മാനസിക കരുത്ത് എന്നാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലേക്കെടുക്കാതിരിക്കുക, എല്ലാ മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കാതിരിക്കുക, ഓരോ നഷ്ടത്തെയും പാഠമാക്കി മാറ്റുക. നിങ്ങൾ ഉള്ളിൽ നിന്ന് ശക്തനാകുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയില്ല. ഇതാണ് മറ്റേയാളെ ഭയപ്പെടുത്തുന്നത്. ഇനിയൊരു ചോദ്യം, ഇതിന് ആത്മാർത്ഥമായി മറുപടി നൽകുക. നിങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് ആരായിരിക്കും? ദേഷ്യത്തിൽ അലറുന്ന ഒരാളോ, അതോ ശാന്തനായി ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകുന്ന ഒരാളോ? ഉത്തരം വ്യക്തമാണ്: ശാന്തനായ മനുഷ്യൻ. കാരണം ശബ്ദമുണ്ടാക്കുന്നവൻ ദുർബലനാണ്, എന്നാൽ ശാന്തനായ മനുഷ്യൻ വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ ഭയത്തെക്കുറിച്ചാണ് ചാണക്യൻ സംസാരിക്കുന്നത്. അദ്ദേഹം മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തിയിരുന്നില്ല. സ്വന്തം നിലവാരം കൊണ്ട് അദ്ദേഹം ഭയം സൃഷ്ടിച്ചിരുന്നു. ഇനി ചിന്തിച്ചു നോക്കൂ, കുറച്ചു കാലത്തിനു ശേഷം അതേ വ്യക്തി നിങ്ങളെ കാണുന്നു. നിങ്ങൾ മാറിയിരിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ മാറിയിരിക്കുന്നു. നിങ്ങളുടെ രീതികൾ മാറിയിരിക്കുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം മാറിയിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഇതായിരിക്കും യഥാർത്ഥ പ്രഹരം. കാരണം ഇപ്പോൾ അവൻ സ്വയം ചോദിക്കുന്നു, എനിക്കെങ്ങനെ തെറ്റുപറ്റിയെന്ന്, ഞാൻ എങ്ങനെ ഈ വ്യക്തിയെ നിസ്സാരമായി കണ്ടുവെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, പ്രതികാരം പൂർത്തിയായിരിക്കുന്നുവെന്ന്. എന്നാൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പുണ്ട്.
സ്വയം മെച്ചപ്പെടുന്നത് കാണിക്കാൻ വേണ്ടിയാകരുത്. അവനെ അസൂയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ മുന്നോട്ടു പോകുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോഴും അവന്റെ നിയന്ത്രണത്തിലാണ്. ചാണക്യന്റെ വഴി ഇതിനെല്ലാം മുകളിലാണ്. നിങ്ങൾക്ക് മുന്നോട്ടു പോകേണ്ടതുകൊണ്ട് നിങ്ങൾ മുന്നോട്ടു പോകുന്നു. നിങ്ങൾക്ക് മികച്ചവനാകേണ്ടതുകൊണ്ട് നിങ്ങൾ മികച്ചവനാകുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേയാൾ സ്വയം ചെറുതാകുന്നു. ഓർക്കുക, സമയം വളരെ ക്രൂരമാണ്. സ്വയം മെച്ചപ്പെടുന്നവൻ സമയത്തെ തന്റെ കൂടെ നിർത്തുന്നു. കഴിഞ്ഞുപോയ ചതിയിൽ കുടുങ്ങിക്കിടക്കുന്നവൻ അവിടെ തന്നെ ഇല്ലാതാകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്വയം മാറാൻ തുടങ്ങുക. കാരണം ചാണക്യന്റെ പ്രതികാരം ഉടനടി കാണില്ല, മാസങ്ങൾക്ക് ശേഷമേ കാണൂ. അത് കാണുമ്പോൾ മറ്റേയാൾക്കൊന്നും പറയാനുണ്ടാകില്ല. ഇനി ഇവിടെ നിങ്ങളുടെ ചിന്തയുടെ വേഗതയൊന്ന് കുറയ്ക്കുക. കാരണം ഈ ഭാഗം വളരെ തന്ത്രപരമാണ്. ഇത് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ കളി മനസ്സിലാക്കുന്നത്. കുറച്ച് സംസാരിക്കുന്നവൻ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നു എന്ന് ചാണക്യനീതി പറയുന്നു. ഇത് കേവലം സംസാരിക്കുന്ന ശീലത്തെക്കുറിച്ച് മാത്രമല്ല, ഇതൊരു സമ്പൂർണ്ണ തന്ത്രമാണ്. ചതിക്കപ്പെട്ടതിനു ശേഷം ഭൂരിഭാഗം ആളുകളും എന്താണ് ചെയ്യുന്നത്? അവർ സംസാരിക്കാൻ തുടങ്ങും. എല്ലാവരോടും പറയാൻ തുടങ്ങും. സ്വന്തം കഥ കേൾപ്പിക്കാൻ തുടങ്ങും. സ്വന്തം വേദന കാണിക്കാൻ തുടങ്ങും. ഞാൻ ശരിയാണെന്ന് അവർ കരുതുന്നു. ലോകം അത് മനസ്സിലാക്കുമെന്ന് അവർ കരുതുന്നു. എന്നാൽ ചാണക്യൻ ഇവിടെ നിങ്ങളെ തടയുന്നു. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ വേണ്ട. ഇപ്പോൾ സംസാരിച്ചാൽ നിങ്ങൾ ദുർബലനായി കാണപ്പെടും. ഇപ്പോൾ ശബ്ദമുണ്ടാക്കിയാൽ വിവരങ്ങൾ നഷ്ടപ്പെടും. ചതിക്കപ്പെട്ടതിനു ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധയോടെ കാണുക എന്നതാണ്. ശ്രദ്ധയോടെ കേൾക്കുകയും ആ രീതി മനസ്സിലാക്കുകയും ചെയ്യുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് മാറിയതാകുമോ? അല്ല, അവനൊരു രീതിയുണ്ടാകും. അവനൊരു ചിന്താഗതിയുണ്ടാകും. അവന്റേതായൊരു ശൈലിയുണ്ടാകും. ആ ശൈലി മനസ്സിലാക്കുന്ന വ്യക്തി അടുത്ത നീക്കം നേരത്തെ തന്നെ കാണുന്നു. ഇപ്പോൾ നിങ്ങളൊരു കുറ്റാന്വേഷകനാകുന്നില്ല. നിങ്ങൾ ആരുടെയും പുറകെ പോകുന്നില്ല. നിങ്ങൾ ജാഗ്രതയുള്ളവനാകുകയാണ്. കാരണം ജാഗ്രതയുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും മുറിവേൽക്കില്ല. ഇനി എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ആര് ആരോടാണ് സംസാരിക്കുന്നത്? ആര് നിങ്ങളുടെ മുന്നിൽ ഒരു രീതിയിലും പിന്നിൽ മറ്റൊരു രീതിയിലും പെരുമാറുന്നു? ആര് ഏത് സമയത്താണ് പെട്ടെന്ന് ഭാഗം മാറുന്നത്? ലാഭം നോക്കി ആര് ബന്ധങ്ങൾ മാറ്റുന്നു? ഇതെല്ലാം മുമ്പുമുണ്ടായിരുന്നു. നിങ്ങൾ അന്ന് ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം. എന്തുകൊണ്ട്? കാരണം അന്ന് നിങ്ങൾ വിശ്വാസത്തിലായിരുന്നു. വിശ്വസിക്കുമ്പോൾ കാര്യങ്ങൾ കാണാനുള്ള ശീലം മനുഷ്യന് നഷ്ടപ്പെടുന്നു. വിശ്വാസം വേണം, എന്നാൽ കണ്ണുകൾ തുറന്നു വെക്കണമെന്ന് ചാണക്യൻ പറയുന്നു. ഇനി ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കേൾക്കുക. നിങ്ങളെ ചതിച്ച വ്യക്തി നിങ്ങളെ മാത്രമല്ല ചതിക്കുക. അത് അവന്റെ ശീലമാണ്, അവന്റെ സ്വഭാവമാണ്, അവന്റെ തന്ത്രമാണ്. ഇന്ന് നിങ്ങളായിരുന്നുവെങ്കിൽ നാളെ മറ്റൊരാളായിരിക്കും. അതുകൊണ്ട് നിശബ്ദനായിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. കാരണം സമയം ഏറ്റവും വലിയ സത്യം പുറത്തുകൊണ്ടുവരും. നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ ആളുകൾ സ്വയം വെളിപ്പെടുത്തുന്നു. കൂടുതൽ സംസാരിക്കുന്നവൻ തന്റെ തന്ത്രങ്ങൾ മറച്ചുവെക്കുന്നു. നിശബ്ദനായിരിക്കുന്നവൻ മറ്റുള്ളവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളിപ്പോൾ ബഹളമുണ്ടാക്കിയാൽ എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റേയാൾ ജാഗ്രതയിലാകുമായിരുന്നു. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കുമായിരുന്നു. അവന്റെ രീതികൾ മാറ്റുമായിരുന്നു. എന്നാൽ നിങ്ങളുടെ നിശബ്ദത അവനെ അലസനാക്കുന്നു. ഇവനൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇവനൊന്നും മനസ്സിലായിട്ടില്ല എന്നവൻ ചിന്തിക്കുന്നു. അവിടെയാണ് അവന് തെറ്റുപറ്റുന്നത്. ചാണക്യൻ ഈ തെറ്റിനാണ് കാത്തിരിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വിവരങ്ങൾ ശേഖരിക്കുക എന്നാൽ നിങ്ങൾ പ്രതികാരത്തിന്റെ തീയിൽ കത്തുകയാണ് എന്നല്ല അർത്ഥം. നിങ്ങൾ സ്വയം സുരക്ഷിതനാകുന്നു എന്നാണ് ഇതിനർത്ഥം. കാരണം നിങ്ങളുടെ കയ്യിൽ വിവരങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വഴികളുണ്ടാകും. ആരോടാണ് അകലം പാലിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആരെയാണ് വിശ്വസിക്കാൻ പാടില്ലാത്തത്, എവിടെയാണ് ജാഗ്രത വേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വഴികളാണ് നിങ്ങൾക്ക് ശക്തി നൽകുന്നത്. വിവരങ്ങളില്ലാതെയുള്ള പ്രതികാരം ഇരുട്ടിൽ അമ്പെയ്യുന്നതുപോലെയാണ്. എന്നാൽ ശരിയായ വിവരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പെയ്യേണ്ട ആവശ്യമേ വരില്ല. ഇനി മറ്റൊരു ചോദ്യം ചിന്തിച്ചു നോക്കൂ. ബുദ്ധിശാലികളായ ആളുകൾ കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർ കേൾക്കുന്നു, പുഞ്ചിരിക്കുന്നു, പിന്നെ ഓർത്തുവെക്കുന്നു. ചാണക്യൻ ഈ ശീലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാം വളരെ പതുക്കെയാണ് നടക്കുന്നതെന്ന് വിചാരിക്കരുത്. അല്ല, ഇതാണ് ഏറ്റവും വേഗതയേറിയ വഴി. കാരണം വേഗത്തിൽ പ്രതികരിക്കുന്നവൻ വേഗത്തിൽ തന്നെ കുടുങ്ങുന്നു. എന്നാൽ കാത്തിരിക്കുന്നവൻ ശരിയായ സമയത്ത് ശരിയായ ചുവടുവയ്ക്കുന്നു. അതെ, ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതികാരം. വെറുതെ കാണുക, വെറുതെ മനസ്സിലാക്കുക. കാരണം സത്യം തനിയെ പുറത്തുവരുമ്പോൾ നിങ്ങൾക്കൊന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. ആരെന്താണെന്ന് ആളുകൾ സ്വയം മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുക. നിങ്ങൾ മുന്നോട്ടു പോകുക.
ഓർക്കുക, ചാണക്യന്റെ വഴി ശബ്ദമുണ്ടാക്കാനുള്ളതല്ല. അത് ശാന്തതയുടെ വഴിയാണ്. എന്നാൽ ഈ ശാന്തത ദുർബലതയുടേതല്ല. ഈ ശാന്തത അറിവുകൾ നിറഞ്ഞതാണ്. ഏതൊരു പ്രതികാരത്തെക്കാളും അറിവാണ് ഏറ്റവും വലിയ ശക്തി. ഇനി ഇവിടെ വളരെ ആഴത്തിലുള്ള ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. ഭൂരിഭാഗം ആളുകളും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ചോദ്യം സ്വയം ചോദിക്കാറില്ല. ചാണക്യൻ പ്രതികാരത്തെ അനുകൂലിച്ചിരുന്നോ? നിങ്ങൾ ഇതുവരെ ശ്രദ്ധയോടെ കേട്ടുവെങ്കിൽ നിങ്ങൾക്കുത്തരം അല്പം അസ്വസ്ഥമായി തോന്നും. ഇല്ല, ചാണക്യൻ പ്രതികാരത്തെ അനുകൂലിച്ചിരുന്നില്ല. ഈ കാര്യമാണ് അദ്ദേഹത്തെ സാധാരണ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ചാണക്യൻ നീതിയുടെ ഭാഗത്തായിരുന്നു. പ്രതികാരവും നീതിയും തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. പ്രതികാരം എവിടെ നിന്നാണ് വരുന്നത്? അഹങ്കാരത്തിൽ നിന്ന്, മുറിവേറ്റ ഈഗോയിൽ നിന്ന്, മറ്റുള്ളവരെ അപമാനിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്ന്. എന്നാൽ നീതി എവിടെ നിന്നാണ് വരുന്നത്? ബുദ്ധിയിൽ നിന്ന്, ക്ഷമയിൽ നിന്ന്, ദീർഘവീക്ഷണത്തിൽ നിന്ന്. ഇനി നിങ്ങളോട് തന്നെ ആത്മാർത്ഥമായി ചോദിക്കുക, നിങ്ങൾക്ക് ചതി പറ്റിയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം, ഇവനെ വേദന അറിയിക്കണം, ഇവൻ എനിക്ക് നൽകിയത് ഞാൻ തിരിച്ചു നൽകണം. ഇത് പ്രതികാരത്തിന്റെ ചിന്തയാണ്. ഇവിടെയാണ് ചാണക്യൻ നിങ്ങളെ തടയുന്നത്. കാരണം പ്രതികാരത്തിന്റെ തീയിൽ ആദ്യം സ്വന്തം കൈകളാണ് പൊള്ളുന്നത്. പ്രതികാരത്തോടെ ജീവിക്കുന്ന വ്യക്തി എപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവൻ മുന്നോട്ടു പോകുന്നില്ല, അവൻ കുടുങ്ങിക്കിടക്കുന്നു. എന്നാൽ ചതിച്ച വ്യക്തി ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ തോൽവി. സ്വയം രക്ഷിക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് ചാണക്യൻ പറയുന്നു. ഇനി നീതിയെക്കുറിച്ച് മനസ്സിലാക്കുക. നീതി എന്നാൽ നിങ്ങൾ ദുർബലനാകുക എന്നല്ല അർത്ഥം. നീതി എന്നാൽ നിങ്ങളെല്ലാം സഹിക്കുക എന്നുമല്ല. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായ ചുവടുവെക്കുക എന്നതാണ് നീതിയുടെ അർത്ഥം. സത്യം പുറത്തുകൊണ്ടുവരാൻ നിങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ അത് ചെയ്യണം. എന്നാൽ ബഹളങ്ങളില്ലാതെ, നാടകങ്ങളില്ലാതെ നിയമത്തിലൂടെ മറുപടി നൽകാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ശരിയായ വഴി. എന്തുകൊണ്ട്? കാരണം നിയമം വികാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത്. അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. വസ്തുതകൾ ഏതൊരു ദേഷ്യത്തെക്കാളും അപകടകരമാണ്. ദേഷ്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റേയാൾ നിൽക്കുന്ന അതേ വരിയിൽ നിങ്ങളും നിൽക്കേണ്ടി വരുമായിരുന്നു. ചാണക്യന്റെ നിയമം വളരെ വ്യക്തമാണ്. ഒരിക്കലും നിങ്ങളുടെ നിലവാരത്തിൽ നിന്ന് താഴേക്ക് വീഴരുത്. നിങ്ങൾ ചതി സഹിച്ചു, അതിനർത്ഥം നിങ്ങളും ചതിക്കുന്നവനാകണം എന്നല്ല. കാരണമെന്ന് നിങ്ങൾ നിങ്ങളുടെ കൈകൾ അഴുക്കാക്കുന്നുവോ അന്ന് നിങ്ങളും അവനും തുല്യരാകുന്നു. ഈ തുല്യത നിങ്ങളുടെ തോൽവിയാണ്. നീതിക്ക് മറ്റൊരു വശവുമുണ്ട്. ഇത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ചിലപ്പോൾ നീതി എന്നാൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നാണ് അർത്ഥം. അതെ, ആ അവസ്ഥയിൽ നിന്ന് സ്വയം പുറത്തുവരിക, സ്വയം സുരക്ഷിതനാകുക, എന്നിട്ട് മുന്നോട്ടു പോകുക. കാരണം എല്ലാ യുദ്ധങ്ങളും പോരാടാൻ അർഹതപ്പെട്ടതല്ല. ബുദ്ധി കൊണ്ട് ഒഴിവാക്കാൻ കഴിയുന്ന യുദ്ധം ഒരു വിജയം തന്നെയാണെന്ന് ചാണക്യൻ പറഞ്ഞിരുന്നു. ഇനി ഭയപ്പെടുത്തുന്നൊരു സത്യം കേൾക്കുക. എല്ലാ മുറിവുകൾക്കും പ്രതികാരം ചെയ്യാൻ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ പോരാടേണ്ടിവരും. എന്നാൽ നിങ്ങൾ നീതിയുടെ വഴി തിരഞ്ഞെടുത്താൽ നിങ്ങൾ പതുക്കെ പതുക്കെ ഉയരങ്ങളിലെത്തും. നിങ്ങളുടെ മനസ്സ് വ്യക്തമായിരിക്കും. നിങ്ങളുടെ ഊർജം സംരക്ഷിക്കപ്പെടും. നിങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കും. ഇതാണ് ഏറ്റവും വലിയ നേട്ടം. ഇനി ഒരു ചോദ്യം കൂടി. ഈ ലോകം നീതിപൂർവമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല. എന്നാൽ സമയം നീതിപൂർവമാണ്. ശരി ചെയ്യുന്നവൻ വൈകിയാണെങ്കിലും ശക്തനാകുന്നു. എന്നാൽ തെറ്റ് ചെയ്യുന്നവൻ പെട്ടെന്ന് തന്നെ സ്വയം നഷ്ടപ്പെടുത്തുന്നു. ചാണക്യൻ ഈ സമയത്തെയാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൈകൾ ഒരിക്കലും അഴുക്കാക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം അഴുക്കായ കൈകൾ ഒരിക്കലും വ്യക്തമായ ഒരു ഭാവി സൃഷ്ടിക്കില്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ ശാന്തതയും നിങ്ങളുടെ ലക്ഷ്യവും സംരക്ഷിക്കുക. ഇതാണ് നീതി. നീതിയുടെ വഴിയിൽ നടക്കുന്ന വ്യക്തി ആരോടും പ്രതികാരം ചെയ്യുന്നില്ല. അവൻ സ്വയം എത്രത്തോളം ഉയർത്തുന്നുവെന്നാൽ അവിടെ പ്രതികാരത്തിന്റെ ആവശ്യകത തന്നെ ഇല്ലാതാകുന്നു. നമ്മൾ ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടുവെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ വേദനയല്ല മനസ്സിലാക്കുന്നത്, നിങ്ങൾ ബുദ്ധിയാണ് പഠിക്കുന്നത്. ഒരു തവണ ചതിക്കപ്പെട്ടിട്ടും പാഠം പഠിക്കാത്തവൻ സ്വയം കുറ്റക്കാരനാണെന്ന് ചാണക്യൻ വളരെ കർശനമായ വാക്കുകളിൽ പറയുന്നു. ഈ വരി കേൾക്കാൻ കഠിനമായി തോന്നാം, എന്നാൽ നിങ്ങളുടെ ഇനിയുള്ള ജീവിതം രക്ഷിക്കാൻ ഈ വരിക്ക് കഴിയും. കാരണം ചതി ജീവിതത്തിലെ ഒരു മുന്നറിയിപ്പാണ്. അതൊരു പാഠമാണ്. ആ പാഠം പഠിക്കാത്തവന്റെ ജീവനെ അതേ കഥ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഇനി ചോദ്യം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നതല്ല, നിങ്ങളുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതാണ് ചോദ്യം. ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം, എല്ലാവരോടും എല്ലാം പറയാതിരിക്കുക. നമ്മൾ എന്താണ് ചെയ്യുന്നത്? 2 ദിവസം മുൻപ് പരിചയപ്പെട്ട ആളോട് നമ്മുടെ മുഴുവൻ കഥയും പറയും. നമ്മുടെ ദൗർബല്യം, നമ്മുടെ ഭയം, നമ്മുടെ പ്ലാനുകൾ.
എന്നിട്ട് അവിടെ തന്നെ നമുക്കെങ്ങനെ മുറിവേറ്റു എന്നോർത്ത് അത്ഭുതപ്പെടുന്നു. രാജാവ് പോലും തന്റെ മുഴുവൻ തന്ത്രങ്ങളും ആരോടും പറയില്ല എന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾ രാജാവായാലും സാധാരണക്കാരനായാലും നിയമം എല്ലാവർക്കും ഒന്നാണ്.